സമസ്ത ലീഗ് തർക്കം മലപ്പുറത്തും പൊന്നാനിയിലും വലിയ ചലനമുണ്ടാക്കിയിട്ടില്ലെന്ന ലീഗ് വിലയിരുത്തൽ. സമസ്ത വിഷയത്തിൽ പൊന്നാനിയിൽ നഷ്ടമാവുക 10,000-ൽ താഴെ വോട്ടുകൾ മാത്രമെന്നും വിഘടിച്ചു നിന്ന ഒരു വിഭാഗത്തിന്റെ വോട്ട് ലീഗിന് തന്നെ ലഭിച്ചുവെന്നും നേതൃത്വം വിലയിരുത്തി. മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് അവലോകന യോഗം ചേർന്നത്. ബൂത്ത് തലം മുതൽ ശേഖരിച്ച കണക്കുകളടക്കം പരിശോധിച്ചാണ് മുസ്ലിം ലീഗിന്റെ വിലയിരുത്തൽ. പൊന്നാനിയിൽ 1 ലക്ഷത്തിലധികം ഭൂരിപക്ഷം ലഭിക്കും. മലപ്പുറത്ത് ഭൂരിപക്ഷം 2 ലക്ഷം കടക്കും. ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ മണ്ഡലങ്ങളിൽ നിന്നായി രാഹുൽ ഗാന്ധിക്ക് 1 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിക്കുമെന്നും യോഗം വിലയിരുത്തി. മലപ്പുറം പാർലമെന്റിൽ 2 ലക്ഷത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം ഞങ്ങൾക്ക് ലഭിക്കും. പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ ഏകദേശം 1 ലക്ഷത്തിൻ്റെ അടുത്ത് വോട്ട് ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടും. അത് 1 ലക്ഷത്തിൽ കൂടാൻ സാധ്യതയുണ്ട്. കണക്കുകൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ പോളിംഗ് ശതമാനം കുറഞ്ഞതിനെപ്പറ്റി ചിലപ്പോൾ അങ്ങ് ചോദിക്കാനുണ്ടാവും. ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പും വിശ്വാസമുള്ള വോട്ടുകൾ മിക്കവാറൊക്കെ പോൾ ചെയ്തിട്ടുണ്ട്. എതിർപ്പുകൾ ഉന്നയിച്ച ഒരു വിഭാഗത്തിന്റെ വോട്ട് ലീഗിന് തന്നെ ലഭിച്ചതോടെ സമസ്ത ലീഗ് തർക്കം വലിയ തോതിൽ ബാധിച്ചില്ലെന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. സമസ്ത വിഷയത്തിൽ ആശയക്കുഴപ്പത്തിൽപ്പെട്ടവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ സമസ്ത നേതാക്കൾക്കെതിരെ പ്രതികരണം പാടില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ യോഗത്തിൽ നിർദ്ദേശം നൽകുകയും ചെയ്തു. റിപ്പോർട്ടർ, മലപ്പുറം.